ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കൗതുകം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് കരിമീൻ മപ്പാസ് ഉണ്ടാക്കിയാലോ? വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ചോറിന് അധികം എരിവ് വേണ്ടാത്തവർക്ക് ചോറിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഡിഷാണ് കരിമീൻ മപ്പാസ്. നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കരിമീൻ പുരട്ടി വെക്കാം വറുക്കാനായിട്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും മാത്രം ചേർത്താണ് നമ്മൾ മീനിനെ പുരട്ടി വെക്കുന്നത്. ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം മിനിമം ഓയിലിൽ നമുക്ക് ഈ മീനിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇച്ചിരി മസാല കൂട്ടാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടിത്തീരുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, വേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അത് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മൂന്നാം പാലൊഴിച്ച് തിളപ്പിക്കാം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് രണ്ടാം പാലൊഴിച്ച് വീണ്ടും തിളപ്പിക്കാം. ലോ ഫ്ലെയിമിൽ കറിയൊന്ന് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് ചാറായി കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് നമ്മുടെ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന മീനിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീനിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളിയും വെച്ച് കൊടുക്കാം. അത് കുറച്ച് നേരം മൂടി വെച്ച് നമുക്ക് വേവിക്കാം. പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം മതി. ചില തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ആവശ്യമാണെങ്കിൽ വിനാഗിരി ചേർത്ത് വെക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് മീനൊന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി വെന്തിരിക്കുന്ന മീനാണ്. തക്കാളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ പുളി ഇറങ്ങാനായിട്ടൊക്കെ ഒന്ന് ഒരു 2-3 മിനിറ്റ് വേവിക്കുക. കറി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി നമ്മുടെ ഒന്നാം പാല് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയാണ് മപ്പാസ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.